കേരളത്തിൽ CPM നേതാക്കന്മാർ സ്വത്ത് സമ്പാദിക്കുന്നത് വലിയ പ്രശ്നമായി ഇപ്പോൾ പാർട്ടി കാണുകയാണെങ്കിൽ ഈ പാർട്ടിയിൽ ആരും ഉണ്ടാവില്ല. കാരണം എന്താണ്? പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന അണികളും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അണികളെക്കാളും കൂടുതൽ ഇപ്പോൾ എന്താണ് സ്വന്തം കാര്യത്തിന് വേണ്ടി പാർട്ടി ഉപയോഗിക്കുന്ന അണികളായി മാറി. പാർട്ടിക്ക് വേണ്ടി എത്ര പേർ ഇപ്പോൾ ജീവിക്കുന്നുണ്ട് നോക്കും. പാർട്ടിയെ ബിസിനസ്സാക്കി മാറ്റിയ നേതാക്കന്മാരാണ് കൂടുതലും പ്രവർത്തിക്കുന്നത്. അവർക്ക് പാർട്ടിനെ കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാം, എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാം. പക്ഷേ താഴെത്തട്ടിലുള്ള അണികൾ അങ്ങനെയല്ല. താഴെത്തട്ടിലെ അണികൾ എങ്ങനെയാണ്? അതാണ് പറയുന്നത്. ഇന്ന് പറയുന്നത് എന്താണ്? ആശാ വർക്കർമാരുടെ കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നു എന്ന് ചോദിക്കാനുള്ള കാരണം അതാണ്. കാരണം എന്താണ്? ഇത് തൊഴിലാളി പ്രസ്ഥാനമാണ്, മുതലാളി പ്രസ്ഥാനമല്ല. ഈ മുതലാളി പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അണികളായിട്ടുള്ള ആൾക്കാരും തൊഴിലാളികളായിട്ടുള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നത്. ആശാ വർക്കർമാരുടെ പ്രശ്നത്തിൽ കാര്യമായി ഇടപെടാതെ നിങ്ങൾ PSC മെമ്പർമാർക്ക് സ്വർണ്ണക്കരണ്ടിയിൽ ശമ്പളം വിളമ്പുന്നു എന്ന് പറയുന്നതിന് കാരണം എന്താണ്? അതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങൾ തൊഴിലാളി വർഗത്തെ മറന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ്. ഇന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണ്? നമുക്ക് പണം വേണ്ടേ ഈ കാര്യങ്ങൾ നടത്തണ്ടേ? എന്ന് തുടങ്ങിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണത്തിൻ്റെ പുറകെ പോകാൻ തുടങ്ങിയത്?